രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് നൽകരുത് എന്ന PJ കുര്യന്റെ പ്രസ്താവനയിൽ കുര്യനെ നേരിട്ട് അതൃപ്തി അറിയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിവരങ്ങളാണ് വരുന്നത്. NSS ആസ്ഥാനത്ത് വെച്ചാണ് നേരിട്ട് അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. അവർ ആ പരിപാടി ഒന്നിച്ച് വേദി പങ്കിട്ട ഇടത്ത് വെച്ച് ഇരുവരും സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയാണ് PJ കുര്യൻ അഭിപ്രായം വ്യക്തമാക്കിയത്. സീറ്റ് രാഹുൽ മാങ്കൂട്ടത്തിന് നൽകരുത്, യുവാക്കൾക്ക് നൽകുമ്പോഴും അതിലെ മാനദണ്ഡമാണ് മുഖ്യമാക്കേണ്ടത് എന്ന PJ കുര്യന്റെ പരാമർശം അത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ കോൺഗ്രസിനകത്തൊക്കെ വലിയ രീതിയിൽ ചർച്ചകൾക്കിടയാക്കുന്ന ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് അക്കാര്യം PJ കുര്യനോട് തന്നെ സംസാരിച്ചിരിക്കുന്നത്. രാവിലെ കൃഷ്ണമോഹനുമായി PJ കുര്യൻ നടത്തിയ അഭിമുഖത്തിലാണ് പാലക്കാട്ടേക്ക് ഇനി രാഹുൽ ഉണ്ടാവില്ല എന്നൊരു പ്രസ്താവന നടത്തിയത്. പാലക്കാട് DCC നേതൃത്വമടക്കം ഇതിന് പിന്നാലെ പ്രതികരണമായി വന്നെങ്കിലും അതിനൊക്കെ തന്നെ പിന്നാലെ ഏറ്റവും പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് മന്നം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി പെരുന്നയിലെത്തുമ്പോൾ അവിടെ PJ കുര്യൻ ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് വെച്ചാണ് ഇന്ന് രാവിലെ PJ കുര്യൻ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവനയ്ക്കെതിരെ നേരിട്ട് തന്നെ അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ഏകദേശം ഒരു 10 മിനിറ്റോളം ഇരുവരും തമ്മിൽ സംസാരിച്ചു എന്നുള്ളതാണ്. മന്നം ജയന്തി ആഘോഷങ്ങളുടെ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം നേതാക്കളടക്കമുള്ള ആളുകൾ വേദി വിട്ട് പോകുന്ന സമയത്താണ് വേദിയിൽ സദസ്സിലിരുന്ന PJ കുര്യന്റെ അടുത്തേക്ക് മറുവശത്തിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്തേക്ക് ആദ്യം നടന്നു വരുന്നു. ആദ്യം നിന്ന് സംസാരിക്കുന്നു. പിന്നീട് PJ കുര്യന്റെ കസേരയോട് ചേർന്ന് ഒരു കസേരയിട്ട് 10 മിനിറ്റോളം നേരം സംസാരിച്ചിരുന്നു. ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയതിന് അതിരൂക്ഷമായ രീതിയിൽ അതൃപ്തി രാഹുൽ മാങ്കൂട്ടത്തിൽ PJ കുര്യനോട് പറഞ്ഞിട്ടുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ തീരുമാനമുണ്ടോ, ഏതെങ്കിലും തരത്തിലേക്ക് കൂടിയാലോചനകൾ നടന്നിട്ടുണ്ടോ, KPCCയുടെ ഭാഗത്തുനിന്നോ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും തരത്തിലേക്ക് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? അത് ഔദ്യോഗികമായ ഒരു മുതിർന്ന നേതാവ് പറയുമ്പോൾ അതിലുണ്ടാകുന്ന അതൃപ്തി അത് നേരിട്ട് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചു എന്നുള്ളതാണ്. PJ കുര്യനും ഈ അതൃപ്തി അറിയിക്കുന്ന സമയത്ത് രാഹുൽ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടിയായി പല കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതായത് അതല്ലെങ്കിലും ശീലം അങ്ങനെയാണല്ലോ, കിട്ടുന്നതൊക്കെ വാങ്ങിക്കൂട്ടി പോക്കറ്റിലിട്ട് വീട്ടിൽ കൊണ്ടുപോയി വെക്കുന്ന പതിവ് രാഹുലിന് ആദ്യമേ ഇല്ല, അന്നുമില്ല, ഇന്നുമില്ല, അതിന് ഉണ്ടാവുകയുമില്ല. ഇങ്ങോട്ടേതെങ്കിലും ഒരുത്തൻ തോണ്ടാൻ വന്നിട്ടുണ്ടെങ്കിൽ രാഹുൽ അത് ആന കരിമ്പുംകാട്ടിൽ കയറിയതുപോലെ എന്ന് പറയാറുണ്ട്. അതുപോലെ കയറി നിരങ്ങിയിട്ടാ പിന്നെ രാഹുൽ വിടാറുള്ളൂ. അതാണ് അയാളുടെ സ്ഥാനം ജനഹൃദയങ്ങളിൽ ഇങ്ങനെ പതിഞ്ഞു നിൽക്കാനുണ്ടായ കാരണവും അത് തന്നെയാണ്, അല്ലേ? ഇപ്പോ PJ കുര്യന് ഒരു പെരുന്തച്ചൻ രാവിലെ ഒരു ക്യാമറയും ഒരു മൈക്കുമായി ആരെങ്കിലും ഒക്കെ വരുമ്പോഴേക്കും പറയാൻ അർഹതയില്ലാത്തത്, അല്ലെങ്കിൽ അതിനുള്ള അധികാരമില്ലാത്തത്, അതിന് ഇയാളെ ആരും നേർത്തത് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. PJ കുര്യൻ ആരാണ്? കേരള രാഷ്ട്രീയത്തിൽ PJ കുര്യൻ ആരാണ്? PJ കുര്യൻ എന്ന് പറയുന്നത് വെറും വട്ടപൂജ്യം എന്നതിനപ്പുറം ഈ പ്രസ്ഥാനത്തിന് കോട്ടങ്ങൾ അത്രയും ഉണ്ടാക്കിയെടുത്ത വ്യക്തിയാണ് PJ കുര്യൻ. ആ PJ കുര്യൻ പറയാണ് രാഹുലിന് സീറ്റ് നൽകരുത് എന്ന്. ചെക്കൻ പത്തനംതിട്ടയിൽ തന്നെ ഉണ്ടായിരുന്നു, പെരുന്നയിൽ തന്നെ ഉണ്ടായിരുന്നു. കൊടുക്കാനുള്ളത് വെടിപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. മന്നം ജയന്തി ആഘോഷ വേദിയില് ഇന്ന് രാവിലെ നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചതാണ്. രാഹുൽ പങ്കെടുത്തതിനെ കുറിച്ചും അവിടെ രാഹുലിന് കിട്ടിയ സ്വീകരണത്തെ കുറിച്ചും. അപ്പോ അവിടെ നിന്ന് കിട്ടി ഇന്ന് രാവിലെ PJ കുര്യൻ തന്റെ വീട്ടിൽ നിന്നും ഈ മൈക്കുമായി വന്ന ഏഷ്യാനെറ്റുകാരോട് പറഞ്ഞ കാര്യം, പെരുന്നയിൽ മന്നം ജയന്തി വേദിയിൽ എത്തിയപ്പോ രാഹുൽ കൊടുക്കാനുള്ളത് തീർത്തങ്ങോട്ട് കൊടുത്തു. മനസ്സിലായില്ലേ? നല്ല ഒന്നാന്തരം പച്ചക്ക് തെറിയാണ് വിളിച്ചിരിക്കുന്നത് PJ കുര്യനെ. പച്ചക്ക് തെറി. ആ പച്ചക്ക് തെറി വിളിച്ചതാണ് രാഹുലിൽ കൈകൊണ്ട് ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ആരെയും കാണിക്കാതെ ഇനി ഈ ലിപ്സിങ് കണ്ടിട്ട് അതിൽ നിന്ന് നമ്മൾ ഇനി വല്ലതും മനസ്സിലാക്കണ്ട എന്ന് കരുതിയിട്ടാണ് രാഹുൽ ഇങ്ങനെ കൈകൊണ്ട് മറച്ചു പിടിച്ചുകൊണ്ട് സംസാരിച്ചത്. മനസ്സിലായില്ലേ? അപ്പൊ പറയാനുള്ളത് കൊടുത്തിട്ടുണ്ട് രാഹുല്. PJ കുര്യൻ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. PJ കുര്യൻ സീറ്റ് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. എവിടുന്ന്? വീട്ടിൽ നിന്ന്. മന്നം ജയന്തി പെരുന്നയിലെത്തിയപ്പോ അവിടെ കിട്ടേണ്ടത് കിട്ടി. രാഹുൽ അവിടെ ഉണ്ടായിരുന്നു, കൊടുക്കേണ്ടത് രാഹുൽ കൊടുത്തു. സീറ്റൊക്കെ വേറെ ആയിരുന്നു, മാറിയായിരുന്നു ഇരുന്നത്. രാഹുൽ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നു, സംസാരിച്ചു, പറയാനുള്ളത് കൊടുത്തു. എടോ കളവാ, താൻ ആളാവണ്ട എന്നാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത്. തന്റെ ചരിത്രമൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. അതിനിടയിൽ കയറിയിട്ട് താൻ എന്റെ വെള്ളത്തില്, എന്റെ കുളത്തിൽ കലക്കിയിട്ട് മീൻ പിടിക്കാതെ കരുതണ്ട.
കളവ വാ മൂടിക്കെട്ടിയിരുന്നോ എന്നാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത്. ഈ കുര്യന്റെ ഒരു കാര്യം, കുര്യന് ഈ പറയുന്ന ക്യാമറ ഇട്ട് മാധ്യമപ്രവർത്തകർ വന്നപ്പോ കുര്യൻ അതിൽ വീണ് പോയതാ. സംഭവം ഈ മാപ്രകൾ കുര്യനെ വീഴ്ത്താനായിട്ട് പോയതാ. രാഹുലിനെതിരെ എന്തെങ്കിലും ഒന്ന് കിട്ടും എന്ന്, അത് കുര്യന്റെ വായിൽ നിന്ന് കിട്ടും എന്ന് കരുതിയിട്ടാണ് ഇവർ പോയത്. ഇവർ ആഗ്രഹിച്ചത് അവർ നേടിയെടുക്കുകയും ചെയ്തു. പക്ഷെ കുര്യനത് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല രാഹുല് അവിടെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ രാഹുല് ഇനിയിപ്പോ ഉണ്ടായത് തന്നെ തന്നോട് വന്ന് ചോദിക്കുമെന്നോ തന്നെ തെറി പിടിക്കുമെന്നോ എന്നും കുര്യൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കുര്യന് വല്ലാത്തൊരു ഷോക്ക് ട്രീറ്റ്മെന്റാ രാഹുൽ കൊടുത്തത്. രാഹുലിന്റെ ഷോക്ക് ട്രീറ്റ്മെന്റ് കുര്യന് കൊടുക്കേണ്ടത് വെടിപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, അത് പണ്ട് മുതലേ ശീലം അയാളുടേത് അങ്ങനെയാ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഒന്നും വാങ്ങിക്കൂട്ടി വീട്ടിൽ കൊണ്ടുപോയി വെച്ച ഒരു പാരമ്പര്യം അയാൾക്കില്ല എന്ന്. കൊടുക്കേണ്ടത് വെടിപ്പായി കൊടുത്തിട്ട് തന്നെയാണ് അയാള് ഓരോ യാത്രയും തുടർന്നു കൊണ്ടിരുന്നത്, അല്ലേ? രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നേതാവ് നമ്മുടെ മനസ്സിലേക്ക് എങ്ങനെ ഇടം പിടിക്കുന്നത്? കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ രാഹുലിന് ഒരു സ്ഥാനം ഉണ്ടാകുന്നത് എവിടെ നിന്നാ? രാഹുൽ എങ്ങനെയാ നമ്മുടെ മനസ്സുകളിലൊക്കെ കയറിക്കൂടിയത്? എങ്ങനെ, എവിടെ നിന്നാ? ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. രാഹുലിനെ നമ്മൾ ആദ്യം കണ്ടു തുടങ്ങിയത് ചാനൽ ചർച്ചകളിലാണ്. കോൺഗ്രസിന്റെ മുഖമായിട്ട്, കോൺഗ്രസിന്റെ ശബ്ദമായിട്ട്, ഈ പ്രസ്ഥാനത്തിന്റെ ശബ്ദമായിട്ട്, അല്ലേ? എന്നിട്ട് ഇപ്പൊ അയാൾക്ക് സീറ്റ് കൊടുക്കരുത്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കാനുള്ളത്, ഈ കുര്യൻ ആരാണ്? ഈ കുര്യൻ ആരാണ്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഈ കുര്യൻ എന്ന് പറയുന്നത് കോൺഗ്രസിന് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, കോൺഗ്രസിന് പോർലേൽപ്പിച്ച, കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ക്ഷതമേൽപ്പിച്ച പ്രവർത്തികൾ മാത്രം കൈമുതലായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പി ജെ കുര്യൻ. ആ പി ജെ കുര്യൻ എന്ന് വന്നിട്ട് പറയാൻ, ഈ പി ജെ കുര്യനെ KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ ചുമതലപ്പെട്ട ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ഈ പി ജെ കുര്യനെ വല്ലതും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇയാളുടെ അഭിപ്രായം പറഞ്ഞിട്ട് അത് കോൺഗ്രസിന്റെ അഭിപ്രായമാണെന്ന് വരുത്തി തീർക്കാൻ ഇയാൾ എന്തിനാണ് ശ്രമിക്കുന്നത്? അത് തന്നെയാണ് രാഹുലും ചോദിച്ചത്. കളവാ, തനിക്ക് ആരാണ് ഇതിന് ലൈസൻസ് തന്നത്? തന്നെ ആരാണ് ഇതിന് ചുമതലപ്പെടുത്തിയത് എന്നാണ് രാഹുൽ ചോദിച്ചത്. താൻ ആരാണ്? കോൺഗ്രസിന്റെ പ്രസിഡന്റോ, KPCC പ്രസിഡന്റോ, അത് പ്രതിപക്ഷ നേതാവോ? തനിക്ക് എന്താണ് അധികാരം എന്ന് ചോദിച്ചപ്പോ കുര്യൻ മുട്ടു വിറച്ചു കുര്യന്റെ എന്നുള്ളതാണ്. കുര്യന് ഇപ്പൊ മുട്ടു വിറച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, രാഹുലിന് പറയാനുള്ളത് ഭരണിപ്പാട്ടടക്കം നടത്തിയിട്ടാണ് രാഹുൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ടുള്ളത്. അതിൽ ഞാൻ വലിയ സംതൃപ്തനാണ്. കാരണം കുര്യൻ ഇന്ന് രാവിലെ ഈ പ്രസ്താവന നടത്തിയതിൽ തൊട്ടു പിന്നാലെ കുര്യനെതിരെ ഞാൻ സംസാരിച്ചതാണ്. ഈ കുര്യൻ എന്ന് പറയുന്നത് ഒരു പെരുന്തച്ഛനാണ്. അത് കുറെ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ് ഈ കുര്യന്റെ പെരുന്തച്ഛൻ കളി. അപ്പോ ഈ പെരുന്തച്ഛൻ മനോഭാവമായിട്ട് ഇരിക്കുന്ന കുര്യനോട് ഞാൻ ചോദിച്ചതാണ്, കുര്യൻ ഇത് പറയാനുള്ള അർഹത എന്താണ്, എന്ത് അധികാരമാണ് ഉള്ളത് എന്ന്. അത് തന്നെയാണ് രാഹുലും വയറ് നിറയെ അങ്ങ് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? വയറ് നിറയെ അങ്ങ് കൊടുത്തിട്ടുണ്ട്. കൊടുക്കാനുള്ളത് വെടിപ്പായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കുര്യൻ. അതുകൊണ്ട് കാര്യങ്ങള് കുര്യൻ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. മനസ്സിലായില്ലേ? കുര്യൻ ഇപ്പൊ ഒരു ആഗ്രഹമുണ്ട്. എന്താണ്? കുര്യന് എവിടെയെങ്കിലും ഒരു സീറ്റ് ലഭിച്ചാലും മത്സരിക്കണമെന്നുള്ള ആഗ്രഹം കുര്യനുണ്ട്. കുര്യൻ അതിനു വേണ്ടിയിട്ടുള്ള പടപ്പുറപ്പാടുകൾ ഒരു ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ കൊന്നാലും ഈ കുര്യനെ ഒന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥി ആക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവനിക്കെല്ലാം പാർട്ടിയുടെ തണലിൽ നിന്നുകൊണ്ട് ഇവനൊക്കെ നേടാനുള്ളതും എല്ലാം നേടിക്കഴിഞ്ഞു. ഇനിയൊന്നും ഇവനെ ഒന്നും വെച്ചു പൊറിപ്പിക്കരുത്. ഇവനെ പോലെയുള്ള ഈ പാർട്ടിയുടെ യൂദാസന്മാരാണ് ഈ കുര്യനെ പോലെയുള്ള ആളുകൾ. ഇവനെ ഒന്നും ഇനി വെച്ചു പൊറപ്പിക്കരുത്, എടുത്ത് പുറത്തേക്ക് എറിയണം. അതാണ് വേണ്ടത്. അത് എന്താണെങ്കിലും വേറെ ഏതെങ്കിലും നേതാവാണെങ്കിൽ ഇത്തരത്തില് മറുപടി ചൂടപ്പം പോലെ കൊടുക്കില്ലായിരുന്നു. അത് രാഹുൽ ആയതുകൊണ്ട് കൊടുക്കേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. അത് ആ ചേക്കന്റെ ചങ്കുറപ്പുണ്ടല്ലോ, അതൊരൊന്നൊന്നര തന്നെയാ. അതിനൊക്കെ നമ്മള് ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക? അയാള് നേരിട്ട ആരോപണങ്ങളും വിവാദങ്ങളും എല്ലാം വെറും പൊളിറ്റിക്കൽ ഡ്രാമ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അതിലൊന്നും ഒരു കഴമ്പുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പൊളിറ്റിക്കൽ ഡ്രാമ മാത്രം. കാരണം അയാളെ വെട്ടി വീഴ്ത്തണമെന്നുള്ളത് പലരുടെയും ആഗ്രഹമായിരുന്നു.
ആ കൂട്ടത്തില് വീണ കൂട്ടത്തിൽ നിന്ന് ആ ഒരു ചവിട്ടും കൂടിയും കൊടുത്തിട്ട് എണീറ്റ് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിക്കാൻ വേണ്ടിയിട്ട് കുര്യനെ പോലെയുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കുര്യ ഇത് ജനസ് വേറെയാണ്. കുര്യ ചവിട്ട് കിട്ടിയാല് ഉടൻ എഴുന്നേറ്റ് നിന്ന് കരണം അടിച്ച് പുകയ്ക്കുന്ന കൂട്ടത്തിൽ പെട്ടതാണത്. മനസ്സിലായില്ലേ? ഇപ്പൊ കുര്യന് മനസ്സിലായിട്ടുണ്ടാവില്ല കാര്യങ്ങള്. കിട്ടേണ്ടത് കിട്ടിയപ്പോ വയറ് നിറഞ്ഞില്ലേ കുര്യന്? കുര്യന് ഇനി 2 ദിവസത്തിന് ഭക്ഷണം പോലും വേണ്ടി വരില്ല. കാരണം അമ്മാതിരി തെറിവിളിയാണ് രാഹുൽ നടത്തിയിരിക്കുന്നത്. തന്നെ കളവാട പന്നക്കളവ, തന്നെ ആരാ ഇതിനൊക്കെ ഏൽപ്പിച്ചതെന്നാണ് രാഹുൽ ചോദിച്ചിരിക്കുന്നത്. ചോദിക്കേണ്ട പോലെ ചോദിച്ചിട്ടുണ്ട്. എന്നാലും അതിന് ഞാൻ പറഞ്ഞില്ലേ, ചോദിക്കേണ്ടത് ഏത് തമ്പുരാന്റെ മുഖത്താണെങ്കിലും വിരൽ ചൂണ്ടി എടോ വിജയ എന്ന് വിളിച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലേ? അതന്നെ അന്ന് മുതൽ തുടങ്ങിയതാ സഖാക്കള് രാഹുലിനെ ഒന്ന് വെട്ടി വീഴ്ത്തണമെന്ന്. ഇന്നീ നിമിഷം വരെ എന്തായാലും അതിന് സാധിച്ചിട്ടില്ല. അയാളെ വീഴ്ത്താൻ അവർക്ക് സാധിച്ചില്ല. അയാളൊന്ന് വീഴാൻ പോയിട്ടുണ്ട്, അത് ശരിയാ, ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല. രാഹുൽ ഒന്ന് വീഴാൻ പോയി, പക്ഷെ വീണില്ല. അയാൾ പിടിച്ചു നിന്നു. അയാൾ പിടിച്ചു നിന്നതിന്റെ തെളിവുകളും അതിന്റെ അയാളുടെ ശക്തിയുമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുര്യനെ പോലെയുള്ള കളവന്മാര് എടുത്ത് വെളിയിൽ കളയേണ്ട സമയം പണ്ടപ്പോ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വെച്ചുകൊണ്ടിരിക്കരുതെന്ന്. എന്തിനാണ് ഇനിയും ഇവനെ പോലെയുള്ള ആളുകൾ എന്തിനാ ഇനിയും വെച്ചുകൊണ്ടിരിക്കുന്നത്? എടുത്തെറിയണം, അതാ വേണ്ടത്. അത് വഴിയെ ഇതൊക്കെ ഇനി സംഭവിക്കാൻ പോകുന്നതാണ്. കോൺഗ്രസ് ഇനിയും ശക്തമായിട്ട് തിരിച്ചു വരും. ആ തിരിച്ചു വരവിൽ ഇത്തരത്തിലുള്ള കുറെ കിളവന്മാരുണ്ട്. ആ എല്ലാത്തിനെയും എടുത്ത് വെളിയിൽ കളയണം. എന്താണെങ്കിലും കുര്യന് തൃപ്തിയായിട്ടുണ്ട്. കുര്യന് കിട്ടാനുള്ളത് വയറ് നിറയെ കിട്ടിയിട്ടുണ്ട്. ഞാനും വലിയ ഹാപ്പിയാണ്. കാരണം രാവിലെ ഇന്ന് ആ വാർത്ത കേട്ടത് മുതലേ ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. കാരണം വീണ് കിടക്കുന്ന ഒരു വ്യക്തിയെ ചവിട്ടി താഴ്ത്താൻ വീണ്ടും ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കൊടുക്കേണ്ടത് രാഹുൽ എന്താണെങ്കിലും എന്തോ ഒരു ദൈവനിശ്ചയം അയാളുടെ കൂടെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നത്. അതല്ലെങ്കിൽ നോക്കിയൊക്കെ ഇന്ന് രാവിലെ തന്നെ കുര്യൻ ഇത് പറയുന്നു. മന്നത്ത് വെച്ചിട്ട് ഈ മണ്ണം ജയന്തി പെരുന്നയിൽ വെച്ചിട്ട് രണ്ടുപേരും ഒരേ വേദിയിലെത്തുന്നു. രാഹുൽ എഴുന്നേറ്റ് പോയി കുര്യന്റെ കാതിൽ പറയുന്നു, എടോ കളവ തനിക്കൊക്കെ നിർത്തി പോയിക്കൂടെ എന്ന് ചോദിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, ദൈവം അയാളുടെ കൂടെ, അല്ലെങ്കിൽ അയാൾക്ക് ഇതിനുള്ള സാഹചര്യങ്ങൾ എവിടെ നിന്നും ഒരുങ്ങൂലെന്നേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാനിത് വെറുതെ പറയുന്നതല്ല. ദൈവം അയാളുടെ കൂടെയാണെന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ആദ്യ ആരോപണം ഓഗസ്റ്റ് 20 വരുന്നു. അയാള് കുറച്ച് ദിവസം പാലക്കാട് നിന്ന് മാറി എവിടെ പോകുന്നു? അടൂരിലെ വീട്ടിലേക്ക്. പിന്നെ ആ അടൂരിലെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു മാർഗം, വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാനുള്ള ഒരു മാർഗം ദൈവമായിട്ട് തന്നെ കാണിച്ചു കൊടുക്കുന്നു. എന്താണ് മാർഗം? നിയമസഭാ സമ്മേളനം തുടങ്ങുന്നു. അയാൾ പുറത്തിറങ്ങി. അത് കഴിഞ്ഞ് പാലക്കാട് വന്നു. പാലക്കാട് വന്ന് അയാൾ വളരെ സജീവമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത ബോംബ് പൊട്ടുന്നു. പരാതി വരുന്നു. അയാൾ ഒളിവിൽ പോയി എന്ന് ആളുകൾ പറയുന്നു. പോലീസ് അന്വേഷിച്ച് നടക്കുന്നു. ഇലക്ഷൻ്റെ അന്ന് ഡിസംബർ 13 പാലക്കാട്ടെ തന്റെ ബൂത്തിൽ വന്നുകൊണ്ട് അയാൾ വോട്ട് ചെയ്യുന്നു. ഇപ്പോ കുര്യൻ ഒരു ഇടങ്കോലിട്ട് ഇറങ്ങിയതാ. കുര്യന് കൊടുക്കാനുള്ളത് പെരുന്നയിൽ വെച്ചിട്ട് നല്ല വെടിപ്പായിട്ട് രാഹുൽ അങ്ങ് കൊടുക്കുകയും ചെയ്യുന്നു. അതാ ഞാൻ പറഞ്ഞത്, അയാൾക്ക് എല്ലാത്തിനും അവസരം ദൈവം കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ആ പ്രതിസന്ധിയിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് വരാനുള്ള എന്തെങ്കിലും ഒരു വഴി, ഒരു വാതില് ദൈവം തുറന്നിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്.